ആരംഭ കാലഘട്ടങ്ങളിൽ അമേരിക്കയിലൊരു വലിയ കോടീശ്വരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ഡി റോക്ക്ഫെല്ലർ എന്നാണ്. ഈ ജോൺ ഡി റോക്ക്ഫെല്ലർ ഒരു സാധാരണക്കാരനായിട്ടാണ് ജീവിതം ആരംഭിച്ചത്. തൻ്റെ ജീവിതത്തിൽ താൻ അധ്വാനിച്ചു, കഠിനാധ്വാനം ചെയ്തു, താൻ വലിയ ധനികനായി തീർന്നു, ഫാക്ടറികൾ സ്ഥാപിച്ചു, കോടീശ്വരനായി തീർന്നു. അവൻ എല്ലാം മറന്ന് ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോയി. എല്ലാം മറന്ന് പണം സമ്പാദിക്കണം, ദൈവത്തെ മറന്ന്, സകലരെയും മറന്ന്, നന്മ പ്രവർത്തികൾ മറന്ന്, ദ്രവ്യാഗ്രഹത്താൽ പിടിക്കപ്പെട്ടവനായി ധനസമ്പാദനത്തിലൂടെ ജീവിതം മുഴുവനും ഉരിഞ്ഞു വെച്ചു. എന്നാൽ ഒരു ദിവസം ഒരു രോഗം തന്നെ പിടിച്ചു. ആ രോഗത്തിന് തൻ അടിമയായി തീർന്നു. അമേരിക്കയിലുണ്ടായിരുന്ന വൈദ്യശാസ്ത്രത്തിന് തന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. ജോൺ ഡി റോക്ക്ഫെല്ലർ ദിവസം പ്രതി തൻ്റെ ശരീരം ക്ഷീണിക്കുന്നു. അവൻ ആഹാരം കഴിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആഹാരം കഴിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു. ആഹാരം കഴിക്കുവാൻ കഴിയാതെ ഹോസ്പിറ്റലിന്റെ കിടക്കയിൽ അവൻ കിടക്കുന്ന അവസരത്തിൽ ആ കിടക്കയിൽ വളരെ മെലിഞ്ഞ ശരീരമായി, ഒരു ചെറിയ കുട്ടിയുടെ ശരീരം പോലെ അവൻ്റെ ശരീരം മെലിഞ്ഞ് ചുരുങ്ങി ഒന്നുമില്ലാതായിരിക്കുന്ന അവസരത്തിൽ, സംസാരിപ്പാൻ കഴിയാതെ അവൻ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ ആര് സഹായിക്കും? കോടീശ്വരനാണ്, പണമുണ്ട്, വൈദ്യശാസ്ത്രത്തിന്റെ ശക്തിയും ഒക്കെ, വൈദ്യശാസ്ത്ര നിമിത്തമുള്ള സൗഖ്യം അനുഭവമുള്ള എല്ലാ സൗകര്യങ്ങളും തനിക്കുണ്ട്. പക്ഷേ ഈ വൈദ്യശാസ്ത്രത്തിന് തന്നെ സൗഖ്യമാക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം തന്നെ കിടക്കയുടെ അടുത്തേക്ക് ഒരു ക്രിസ്ത്യൻ മനഃശാസ്ത്രൻ കടന്നു വന്നു. അദ്ദേഹം ജോൺ ഡി റോക്ക്ഫെല്ലറിനോട് ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി: ജോൺ ഡി റോക്ക്ഫെല്ലർ, താങ്കളുടെ ജീവിതം ഇതുവരെയും നയിച്ചത് ദൈവത്തെ കൂടാതെയായിരുന്നു. ഇന്ന് പകൽക്കാലം താങ്കളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കൂ. ദൈവം താങ്കളുടെ ജീവിതത്തെ സൗഖ്യമാക്കും. ദൈവം താങ്കളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും താങ്കൾ വിശുദ്ധ ബൈബിൾ വായിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. ദൈവം താങ്കളെ സൗഖ്യമാക്കും. ജോൺ ഡി റോക്ക്ഫെല്ലർ ആവശ്യപ്പെട്ടും കിടക്കിൽ തന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ. അദ്ദേഹത്തെ കിടക്കിൽ താങ്ങി എഴുന്നേൽപ്പിച്ചു. അതുവരെയും താൻ കഴിച്ചു വന്നത് ചെറിയ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതായ 1-2 ബിസ്ക്കറ്റും ഒരൽപ്പം പാലുമായിരുന്നു. പറയുകയാണ്, എന്നെ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിക്കൂ, എനിക്ക് എഴുന്നേൽക്കുവാൻ ആരോഗ്യമില്ല. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ അവൻ്റെ ആരോഗ്യത്തിന് വ്യത്യാസം കൊണ്ടും ജോൺ ഡി റോക്ക്ഫെല്ലർ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തേക്ക് വരുവാനിടയായി തീർന്നു. അദ്ദേഹം സ്ഥാപിച്ച പ്രശസ്തമായ സ്ഥാപനമാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്നുള്ളത്. ഏത് നിർധനരെയും ആവശ്യത്തിരിക്കുന്നവരെയും ഓടിച്ചെന്ന് സഹായിക്കുവാൻ ഇന്നും അമേരിക്കയിൽ ഈ സംഘടന ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, താങ്കളുടെ ഈ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ അന്ന് ജോൺ ഡി റോക്ക്ഫെല്ലറിനെ സൗഖ്യമാക്കിയ ആ ദൈവിക പ്രവൃത്തി ഇന്നും താങ്കൾക്കായി കാത്തിരിക്കുന്നു. താങ്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും യേശു താങ്കളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. യേശു താങ്കളെ തൊട്ട് സൗഖ്യമാക്കുന്ന ദൈവമാണ്. ബർത്തിമായിയുടെ കണ്ണുകൾക്ക് സൗഖ്യം കൊടുത്ത ദൈവം, ജോൺ ഡി റോക്ക്ഫെല്ലറിന് സൗഖ്യം കൊടുത്ത ദൈവം, അനേകർക്ക് സൗഖ്യം ഇന്നും കൊടുക്കുന്ന ദൈവം ഇന്ന് താങ്കളെ വിളിക്കുന്നു. സൗഖ്യം പ്രാപിപ്പാൻ രാവിലെ തന്നെ താങ്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും, ആ രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ച് ഈ വസനം പ്രാർത്ഥിച്ചാലും, യേശുവേ എന്നോട് കരുണ തോന്നണമേ, എന്നെ സൗഖ്യമാക്കണമേ, അത് ഇപ്പോൾ തന്നെ താങ്കളുടെ ശരീരത്തിൽ ആ സൗഖ്യം അനുഭവിക്കുന്നു. അത് ഇപ്പോൾ തന്നെ താങ്കളുടെ ശരീരത്തിൽ ആ വിടുതലും ആ ബലവും അനുഭവിക്കുന്നു. ആ രോഗം താങ്കളുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നു. കാഴ്ചകൾ പ്രാപിക്കുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. ദൈവം താങ്കളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ കാലത്ത് ഒരു മനുഷ്യനും കീഴടങ്ങാതെ സമൂഹത്തിൽ വളരെയധികം ഭീതി വിഷയമായ നിലയിൽ ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ ദേശക്കാർ അവനിട്ട് കൂടുന്ന പേര് ലെഗ്യോൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ 6000 അതിലധികമോ ഭൂതങ്ങൾ അവൻ്റെ ശരീരത്തിൽ വസിച്ചിരുന്നു. അവൻ്റെ മാനസിക നില തെറ്റി അവൻ സുബോധമില്ലാത്തവനായി ആ ദേശത്തിൽ വലിയ അക്രമങ്ങൾ ചെയ്തുകൊണ്ട്, വഴിയെ പോകുന്നതിനെ ഉപദ്രവിച്ചുകൊണ്ട്, കല്ലറകളിൽ പാർത്തുകൊണ്ട്, സ്വന്തം ശരീരം കല്ലുകൾ കൊണ്ട് ചതച്ചുകൊണ്ട്, വലിയ നിലവിളിച്ചുകൊണ്ട്, വലിയ ബഹളമുണ്ടാക്കിക്കൊണ്ട് ആ ഗദര എന്ന ദേശത്ത് വളരെ ഭീതി വിഷയമായിരുന്നു. എന്നാൽ ഒരു ദിവസം യേശു അവൻ പാർക്കുന്ന ആ ദേശത്തെ കയറി ചെന്നു. ഗലീല എന്ന കളത്തിരുത്ത് അവൻ ഇരിക്കുമ്പോൾ യേശുവിനെ കണ്ട മാത്രയിൽ അവൻ പറയുകയാണ്,
യേശുവേ ദാവീദ് പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ ഉപദ്രവിക്കരുത്. യേശു പറഞ്ഞു, അവനിൽ വസിച്ചതായ പൈശാചിക ശക്തിയോട്, അവനിൽ വസിച്ചതായ ഭൂതശക്തിയോട് യേശു പറഞ്ഞു, അവനെ വിട്ടുപോ. ആ ഗദരദേശത്തെ ആ ഭൂതഗ്രസ്തൻ അപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചു. വസ്ത്രം ധരിക്കാത്തവൻ വസ്ത്രം ധരിപ്പനിടയായി തീർന്നു. സുബോധമില്ലാത്തവൻ സുബോധം പ്രാപിപ്പനിടയായി തീർന്നു. യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. യേശു ഏത് വിഷയത്തെയും സ്പർശിക്കുന്നു. സമൂഹത്തിൽ തലവേദനകൾ സൃഷ്ടിക്കുന്ന മനുഷ്യരെയും യേശു സ്പർശിക്കുന്നു. സമൂഹത്തിൽ വേദന ഉളവാക്കുന്ന വിഷയങ്ങൾ യേശു സ്പർശിക്കുന്നു. കുടുംബങ്ങളിൽ വേദന ഉളവാക്കുന്ന വിഷയത്തെ യേശു സ്പർശിക്കുന്നു. എന്നെ കേൾക്കുന്ന താങ്കളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന അവസ്ഥയായിരിക്കാം ഇന്ന് രാവിലെ സമയത്ത്. യേശുവേ, എന്റെ കുടുംബജീവിതത്തിലെ വിഷയത്തിന് വ്യത്യാസം വരുത്തണമേ, സമാധാനം തരണമേ, എന്നെ സുബോധമുള്ള അവസ്ഥയിലേക്ക് വരുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. യേശു അപ്രകാരം താങ്കളെ അനുഗ്രഹിച്ച് സൗഖ്യമാക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അവസരം പ്രസ്താവിക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമേറിയ ഒരു അനുഭവമാണ്. എന്താണ് പ്രാർത്ഥന? നാം തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് ദൈവത്തെ തിരിക്കുക എന്നുള്ളതല്ല പ്രാർത്ഥന എന്നുള്ളത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന എന്നുള്ളത്. അപൂർണമായ ജീവിതം നടത്തുന്നതായ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ എടുക്കണം. പ്രാർത്ഥന എന്ന ഈ സഹായത്തോടുകൂടെ ദൈവസനെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തികൾക്ക് ദൈവം മാറ്റം വരുന്നു. ഒരു തള്ളക്കോഴി മുട്ടയ്ക്ക് അടയിരിക്കുന്ന അവസരത്തിൽ ഒരു മുട്ട പൊട്ടിച്ചു നോക്കിയാൽ ആ മുട്ടയ്ക്കകത്ത് ദ്രാവക അവസ്ഥയിലുള്ളതായ വസ്തുക്കൾ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അടയിരിക്കുന്നതായ ആ കോഴിയുടെ ആ ചൂട് നിമിത്തം മുട്ടയ്ക്കകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അടയിരിക്കുന്ന കോഴിയുടെ രൂപത്തിലും ഭാവത്തിലുമുള്ളതായ ചെറിയ ജീവനുകൾ അതിനകത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അപ്രകാരം ആ മുട്ടയ്ക്ക് അകത്ത് വ്യത്യാസം സംഭവിക്കുന്നു. ഇതുപോലെ തന്നെ പ്രാർത്ഥനയുടെ അനുഭവത്തിലും പ്രാർത്ഥിക്കുന്ന നമുക്ക് നിത്യനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ ദൈവത്തിന് ഹിതപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതം സമർപ്പിച്ചു കൊടുക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നു. ദൈവഹിതപ്രകാരം അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നു. ആകിയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെയുള്ള സമയത്ത് താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതത്തിന് ഒത്തവണ്ണം ആയിത്തീരണന് അപൂർണമായ എൻ്റെ ജീവിതത്തെ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ സൗമ്യതയ്ക്കും തുല്യമായ നിലയിൽ ദൈവത്തിന്റെ മഹത്വപൂർണമായ അവസ്ഥയിൽ എന്നെയും ആക്കി തീർക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലും ദൈവമായ കർത്താവ് താങ്കളുടെ ജീവിതത്തെ ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ സ്വഭാവത്തിനൊത്തവണ്ണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീരുന്നു. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധി ഞാൻ അവർക്ക് വെളിപ്പെടുത്തുന്നു. ദൈവമായ കർത്താവിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ദൈവമായ കർത്താവ് സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി നൽകി അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരുന്നു. ആകിയാൽ ഇന്ന് രാവിലെ സമയം കിടക്കയിൽ കടന്നുകൊണ്ടോ കസേരയിൽ ഇരുന്നു കൊണ്ടോ ഈ വിശുദ്ധ വചനം ശ്രദ്ധിക്കുന്ന അവസരത്തിൽ ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലും എൻ്റെ പ്രാർത്ഥന, ദൈവമേ, അങ്ങയുടെ ഹിതപ്രകാരം എൻ്റെ ജീവിതമായി തീരണമേ, അങ്ങയുടെ സ്വഭാവം പോലെ എൻ്റെ സ്വഭാവമായി തീരണമേ, എന്നെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുമാറാ, അങ്ങയുടെ ഹിതം പോലെ എന്നെ ആക്കി തീർക്കണമേ, അങ്ങയുടെ സ്വഭാവം പോലെ എന്നെ പണിയുമാറകണമേ, അങ്ങയ്ക്ക് തുല്യമായ നിലയിൽ ആയി തീരുവാൻ ഇത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുമാറകണമേ. ആത്മാർത്ഥമായും ദൈവത്തോട് ജീവിതത്തിൽ ചില നിർണായകമായ തീരുമാനമെടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ താങ്കളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാവിലെയുള്ള സമയം പ്രസ്താവിക്കട്ടെ. ദൈവമായ കർത്താവ് താങ്കളെ അതിനെ സഹായിക്കുന്നു. ഒരു ദിവസം യേശുവിനൊരിക്കൽ യായിറോസ് എന്നുള്ളതായ ഒരു പ്രമാണി കയറി ചെന്നു. യേശുവേ, എൻ്റെ മകൾക്ക് സൗഖ്യമില്ലാതിരിക്കുന്നു, അവൾ എനിക്ക് ഏക മകളാകുന്നു, മകനും മകളുമായി അവൾ മാത്രമേ എനിക്കുള്ളൂ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കണമേ. യേശു പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ മകളെ സൗഖ്യമാക്കും. പോകുന്ന വഴിയാത്രയിൽ വലിയൊരു കൂട്ടജനം യേശുവിനെ പിന്തുടർന്നു. യേശു കർത്താവ് ആ വഴിയാത്രയിൽ കടന്നു പോകുന്ന അവസരത്തിൽ വളരെ വേദന അനുഭവിച്ചുകൊണ്ട് 12 വർഷക്കാലം രോഗത്താൽ ഭാരപ്പെട്ട് അവിടുത്തെ സകല ഡോക്ടർമാരും ചികിത്സിച്ചിട്ടും സൗഖ്യം പ്രാപിപ്പാൻ കഴിയാത്ത ഒരു സ്ത്രീ ആ പാതയോരത്ത് നിൽപ്പുണ്ടായിരുന്നു. യേശു കടന്നു പോകുന്ന വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു. അവൾ പറഞ്ഞു,
ഞാൻ കടന്നു ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തെ തൊടും, എനിക്ക് സൗഖ്യം ലഭിക്കും. അപ്രകാരം അവളുടെ തീരുമാനപ്രകാരം 12 വർഷം സൗഖ്യം പ്രാപിപ്പാൻ കഴിയാതെ കടന്നുപോയ ആ വ്യക്തി ഒരു തീരുമാനമെടുത്തു, യേശുവിൻ്റെ അരികെ കടന്നു ചെന്നാൽ എനിക്കൊരു സൗഖ്യം ലഭിക്കും. യേശുവിൻ്റെ അരികെ കടന്നു ചെന്നാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരും. യേശുവിൻ്റെ അരികെ കടന്നു വന്നാൽ എൻ്റെ ഏത് വിഷയത്തിനും വ്യത്യാസം വരും.